ഇത് അബിയു എന്ന് പറയുന്ന ചെടിയാണ്. ഇത് നിപ്പിൾ അബിയുമാണ്. ഒരു ചെറിയ നിപ്പിൾ ഷേപ്പ് ഉള്ള അബിയാണ്. ഇത് നിറയെ പിടിക്കുന്നതാണ്. നിപ്പിൾ അബിയു പോലെ ഒരുപാട് ജെയിൻ്റ് അബിയുവിൽ കായ്ക്കില്ല. ജെയിൻ്റ് അബിയുവിൻ്റെ കായ്ക്ക് വലിപ്പം കൂടുതലായതുകൊണ്ടായിരിക്കാം വളരെ കുറച്ച് കായേ ഇതിൽ പിടിക്കാറുള്ളൂ. ഇത് അബിയു എന്ന് പറയുന്ന ചെടിയാണ്. അബിയുവിനെ പറ്റി ആ കായും എല്ലാം കൂടെ കാണിച്ചിട്ട് ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞു തരാം. ഇത് അബിയു ഫ്രൂട്ടാണ്. അബിയുവിൻ്റെ മരത്തിൽ ഇപ്പം ഇത് ഫസ്റ്റിൽ പിടിച്ചതാണ്. ഒരുപാട് കൊഴിഞ്ഞൊക്കെ പോയി. അടുത്തതിന് നന്നായിട്ട് പിടിക്കും. ഇത് നിപ്പിൾ അബിയുമാണ്. ഒരു ചെറിയ നിപ്പിൾ ഷേപ്പ് ഉള്ള അബിയാണ്. ഇത് നിറയെ പിടിക്കുന്നതാണ്. അതിൻ്റെ വേറെ വെറൈറ്റികൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ ജെയിൻ്റ് അബിയു ഉണ്ട്. ഒരുമാതിരി ഗോളാകൃതിയിലുള്ള ക്രിക്കറ്റ് ബോൾ പോലെയുള്ള ഇതുണ്ട്. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. പക്ഷേ ഇത് വിൽക്കുമ്പോഴേ ഇത് വെറൈറ്റി വേർതിരിച്ചല്ല കൊടുക്കണം. എല്ലാം അബിയു എന്നുള്ള ഒറ്റ പേരിൽ ആണ് വിൽക്കുന്നത്. ഇത് കരിക്കിൻ്റെ ടേസ്റ്റാണ്. മധുരം വളരെ കുറവാണ്. വലിയ മധുരമല്ല, എന്നാൽ കരിക്കിൻ്റെ ടേസ്റ്റ്. ഇത് ജ്യൂസ് അടിക്കാൻ വലിയ ടേസ്റ്റി ആയിട്ട് ജ്യൂസ് അടിക്കാൻ പറ്റുന്നൊരു ഇതാണ്, ഫ്രൂട്ടാണ്. അബിയു ഓപ്പൺ ഏരിയയിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു വൃക്ഷമല്ല. കാര്യം നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ മാറി വരുന്ന ചൂട് അധികമായി വരുന്ന ഒരു പ്രദേശത്ത് ഇതിൻ്റെ ഇല കരിയുന്നൊരു ഇത് കാണിക്കുന്നുണ്ട്. അപ്പോഴേ ചെറിയ ഷെയ്ഡിൽ ആയിരിക്കും. മംഗോസ്റ്റിൻ പോലെ, മംഗോസ്റ്റിനും ഇവിടെ ഉണ്ട്. മംഗോസ്റ്റിനും ഇതുപോലെ ഷെയ്ഡിൽ വളരുന്ന ഒരു ചെടിയാണ്. വലിയ ഓപ്പൺ ഏരിയയിൽ നട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല കരിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്. അപ്പോഴേ ഷെയ്ഡിലാണെങ്കിൽ ഒരുപാട് കായ്ക്കുകയും ചെയ്യും, നല്ല വളർച്ച കിട്ടുകയും ചെയ്യും. ഇത് ജെയിൻ്റ് അബിയു ആണ്. ഇത് വലിയ കായ്ക്കുന്നതാണ്. ഇത് ഇതുവരെ കായ്ച്ചിട്ടില്ല. ഇത് ഒരു 1.25 വർഷം അത്രേ ആവുള്ളൂ. ഇത് അടുത്ത ഇതിന് സീസണിൽ കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതും ഇവിടെ കായ്ക്കാൻ സാധ്യതയുണ്ട്. ഇത് ജെയിൻ്റ് അബിയു ആണ്. നിപ്പിൾ അബിയു പോലെ ഒരുപാട് ജെയിൻ്റ് അബിയുവിൽ കായ്ക്കില്ല. ജെയിൻ്റ് അബിയുവിൻ്റെ കായ്ക്ക് വലിപ്പം കൂടുതലായതുകൊണ്ടായിരിക്കാം വളരെ കുറച്ച് കായേ ഇതിൽ പിടിക്കാറുള്ളൂ. നിപ്പിൾ അബിയു ആണെങ്കിൽ ഒരു ഓർണമെൻ്റൽ പോലെ നമുക്കൊരു ചെടി പോലെയൊക്കെ നട്ടുപിടിപ്പിച്ച് നിറയെ പിടിച്ച് നിൽക്കുന്നത് കാണാൻ കൗതുകമായിട്ട് വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ്. നമുക്ക് ഫ്രൂട്ട് ഉപയോഗിക്കുകയും ചെയ്യാം, കാഴ്ചയ്ക്കും നല്ലതാണ്. ജെയിൻറ്റിൽ കായ്പിടുത്തം വളരെ കുറവാണ്. ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പ്ലാന്റുകളുടെ തൈ ഈ എൻ്റെ നഴ്സറിയിൽ ലഭ്യമാണ്. അത് കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് താഴെ നമ്പർ കൊടുത്തിരിക്കും. ഹരിതഗിരി എന്നാണ് എൻ്റെ നഴ്സറിയുടെ പേര്. നെയ്യാറ്റിൻകര ഓലത്താന്നി ഇരുവൈക്കോണം എന്ന പ്രദേശത്താണ് ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്തിട്ട് വരികയാണെങ്കിൽ ആവശ്യം ഉന്നയിക്കുന്ന സാധനങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്ത് വച്ച് നിങ്ങൾക്ക് ലഭ്യമാക്കുന്ന ഒരു രീതി ഉണ്ടാക്കി തരുന്നതാണ്.